So we are going to study the next topic in about the data warehouse, that is called data modeling for data warehouse. What is the meaning of data modeling? We already studied modeling in the case of database. What are database? What are the different database models? നമ്മൾ പഠിച്ചിരുന്നു ഡേറ്റാബേസ് മോഡൽസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് സ്കീമ ഹൗ വി വിൽ ലോജിക്കലി അറേഞ്ച് ദ ഡേറ്റ. ഈ ഡേറ്റനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അത് പല മോഡൽസ് പഠിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ വി സ്റ്റഡീഡ് ഈസ് അബൌട്ട് ദ റിലേഷണൽ മോഡൽ, ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ, ലൈക്ക് ദാറ്റ് നമ്മൾ കുറേ മോഡൽസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഓരോന്നിലും ഓരോ സ്റ്റൈലിലാണ് ഈ ഡേറ്റനെ അറേഞ്ച് ചെയ്യുന്നത്. Okay, database is arranged, that is data inside a database is arranged in different style based on the model. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഡേറ്റ വെയർഹൗസിലെയും എങ്ങനെയാണ് ഡേറ്റ വെയർഹൗസിലും ഡേറ്റ മോഡലിംഗ് നടത്തുന്നത്. സോ ദ മെയിൻ പോയിന്റ് ഓഫ് ഡേറ്റ മോഡലിംഗ് ഇസ് ദാറ്റ് എ ഡേറ്റ മോഡലിംഗ് ഫോർ എ ഡേറ്റ വെയർഹൗസ് മെയിൻലി used in order to create a logical and physical design of a data warehouse. So you can imagine that a database is normally it is a collection of data. ഒരു database എന്ന് പറയുന്നത് ഒരു collection of data ആണ്. But whenever we are comparing, we already compare database with the data warehouse. Data warehouse എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ huge amount of data ആണ്. That is huge volume of data ആണ്. അപ്പോൾ അവിടെ കുറേ കൂടെ ഡേറ്റ ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ലോജിക്കലി ആൻഡ് ഫിസിക്കലി ഡിസൈൻ ചെയ്യും? അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ഡേറ്റേനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെയൊക്കെയാണ് ആ ഡേറ്റേനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവനെ പിന്നെ അറേഞ്ച് ചെയ്യുന്നത് ഇൻ എ ഡേറ്റ വെയർഹൗസ്? ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് എ ഡേറ്റ മോഡലിംഗ്. ഡേറ്റ വെയർഹൗസ് മെയിൻലി വി ആർ യൂസിങ് മൾട്ടി ഡയമെൻഷണൽ മോഡൽസ്. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് നോർമലി ഒരു അറേ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ എന്നുള്ളൊരു സ്റ്റൈലാണ്. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 2 ഡയമെൻഷണൽ. അതുപോലെ 3 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇമാജിൻ ആസ് എ ക്യൂബ്. ഒരു ക്യൂബ് പോലെയായിരിക്കും 3 ഡയമെൻഷണൽ. എക്സ് ആൻഡ് വൈ ഇസഡ് ആക്സസ് വിൽ ബി ദയർ. ഇൻ ദ സെയിം മാനർ മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ നമുക്ക് വി കനോട്ട് റെപ്രസെൻറ്റ് ഇറ്റ്. നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു ഡേറ്റേനെ ഇൻ ദ കേസ് ഓഫ് എ ഡേറ്റ വെയർഹൗസ് വി ആർ ലോജിക്കലി അറേഞ്ചിങ് ദ ഡേറ്റ ലൈക്ക് മൾട്ടി ഡയമെൻഷണൽ മോഡൽസ്. ആൻഡ് മെയിൻ എയിം ഓഫ് ദ മൾട്ടി ഡയമെൻഷണൽ മോഡൽ ഇസ് ദാറ്റ് വി ക്യാൻ ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ. അതായത് ഡേറ്റ വെയർഹൗസിലുള്ള ലാർജ് വോളിയം ഓഫ് ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് മൾട്ടി ഡയമെൻഷണൽ മോഡൽസ് ഹെൽപ്പ് ചെയ്യും. That uses multi-dimensional matrices called data cubes. അപ്പോൾ ഈ ഡേറ്റേനെ എങ്ങനെയാണ് മൾട്ടി ഡയമെൻഷണൽ മോഡൽ സ്റ്റോർ ചെയ്യുന്നത്? മൾട്ടി ഡയമെൻഷണൽ മെട്രിക്സസ് ആയിട്ടാണ്. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ റോസ് ആൻഡ് കോളംസ് ആണ്, അത് 2 ഡയമെൻഷണൽ മെട്രിക്സ് ആണ്. അപ്പോൾ അതുപോലെ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടാകും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഡേറ്റ ക്യൂബ്സ്. സപ്പോസ് ദാറ്റ് ഇഫ് ദ ഡയമെൻഷൻ ഈസ് മോർ ദാൻ 3 ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ക്യൂബ്. അപ്പോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷനിൽ വരെ നമുക്ക് ക്യൂബ് പോലെ, അതായത് നിങ്ങളൊരു ക്യൂബ് ഇമാജിൻ, നമ്മൾ ഡൈസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ അതിലും കൂടുതൽ മോർ ദാൻ 3 ഡയമെൻഷൻസ് ഉള്ളതിനെ വി വിൽ റെപ്രസെൻറ്റ്, നമ്മൾ അതിന് പറയുന്ന പേര് ഹൈപ്പർ ക്യൂബ് എന്നാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് മൾട്ടി ഡയമെൻഷണൽ മെട്രിക്സ് ദ ക്വറി പെർഫോമൻസ് വിൽ ബി ബെറ്റർ വെൻ കമ്പയർഡ് ടു ദ റിലേഷണൽ മോഡൽ. അപ്പോൾ നമ്മൾ റിലേഷണൽ മോഡൽ പഠിച്ചിരുന്നു. റിലേഷണൽ മോഡലിൽ എങ്ങനെയാണ് ഡേറ്റ അറേഞ്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ ടേബിൾസ്. അപ്പോൾ ടേബിൾസിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുന്നതിനേക്കാളും പെർഫോമൻസ് കൂടുതലായിരിക്കും മൾട്ടി ഡയമെൻഷണൽ മെട്രിക്സിൽ നിന്നുള്ള ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2 ഡയമെൻഷനൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ അതിൽ എങ്ങനെയാണ് ഒരു മെട്രിക് സ്റ്റൈൽ, അതിൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ദാറ്റ് ഈസ് വി ആർ അറേഞ്ചിങ് ദ ഡേറ്റ ഇൻ എ 2 ഡയമെൻഷണൽ മെട്രിക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. സപ്പോസ് ഐ എം ഷോയിങ് വൺ എക്സാമ്പിൾ ഓഫ് എ 2 ഡയമെൻഷണൽ മെട്രിക്സ്. അതിൽ ഒരു കുറേ പ്രൊഡക്ട്സ് ഇവിടെ വൈ ആക്സസിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ താഴോട്ട് റോസ് ആയിട്ട് കാണിക്കുന്നത് ഒരുപാട് പ്രൊഡക്ട്സ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയാണ്, ആ കമ്പനി ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിനെ കുറിച്ച് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. സോ വി ക്യാൻ സി P123 is the first product, P124, 125, 126. ജസ്റ്റ് ഐ എം ഗിവിങ് ഓൾ ദിസ് പ്രൊഡക്റ്റ് നെയിംസ്. അതൊക്കെയാണ് എൻ്റെ പ്രൊഡക്ട്സ്.
ഇനി ആ പ്രൊഡക്റ്റ് പല റീജിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിലാണ് ഞാനത് എൻ്റെ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ ഇഫ് ഐ ആം ഡിസ്ട്രിബ്യൂട്ടിങ്, ഓരോ ഇന്ത്യനെ നാം പല റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചോ, മേ ബി നോർത്ത് റീജിയൻ, സൗത്ത് റീജിയൻ, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനത്തെ പല റീജിയൻസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ റീജിയനിലും ഈ ഓരോ പ്രൊഡക്റ്റ് എന്തോരം വിറ്റഴിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ എന്താ പറയുക റവന്യൂ, എന്തോരം റവന്യൂ എനിക്ക് ഓരോ റീജിയണിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റിനും കിട്ടുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? So first I am arranging the rows. Rows represents the different products. These are the products names. And the columns represent the different regions. അതായത് ഓരോ റീജിയൻസ്. ഇപ്പോൾ റീജിയൻ 1-ൽ ഈ P123യുടെ റവന്യൂ എത്രയാണ്, റീജിയൻ 1-ൽ P124ൻ്റെ റവന്യൂ എത്രയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഈ ടേബിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഹൈപ്പർ ക്യൂബ് കാണാം. ഹൈപ്പർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മോർ ദാൻ 3 ഡയമെൻഷൻസ് ആണ്. അതിനെ നമുക്ക് പിക്ചോറിയലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ടേബിൾ വെച്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ, ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടും. പക്ഷേ ഹൈപ്പർ ക്യൂബ്സിനെല്ലാം നമുക്ക് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ വി നോ ദാറ്റ് മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ നമ്മൾ ഈ ഡേറ്റേനെ പല ഡയമെൻഷൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ഡയമെൻഷനിലൊക്കെയാണ് റോസ് ആൻഡ് കോളംസ് ആണ്. മൾട്ടി ഡയമെൻഷനിൽ മോർ ദാൻ 2 or 3 ഡയമെൻഷൻസ് വിൽ ബി ദയർ. അപ്പോൾ അതിൽ നിന്ന് ഓൾറെഡി ഐ സെഡ് ദാറ്റ് വി ക്യാൻ ആക്സസ് ഓർ റിട്രീവ് ഓർ ക്വറി ഡേറ്റ ഫ്രം മൾട്ടി ഡയമെൻഷണൽ മോഡൽ ഇൻ ഈസിയർ മാനർ, ബെറ്റർ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ നിന്ന് നമുക്കൊരു യൂസറിന് സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു 5 ഡയമെൻഷണൽ മോഡലാണുള്ളത്. 5 ഡയമെൻഷണൽ മോഡലിൽ നിന്ന് എനിക്ക് വേണ്ട ഡേറ്റേനെ 2 ഡയമെൻഷനലി വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ഡയമെൻഷനലി വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. Okay, so there are certain tools are there that can be used for retrieving the required dimensional data from a multi-dimensional data to the user. അപ്പോൾ ഒരു യൂസറിന് ഇപ്പം നമ്മുടെ ഫുൾ എൻറ്റയർ ഡേറ്റ വെയർഹൗസിനെ നമ്മളൊരു മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്തു. അതിൽ നിന്ന് അയാൾക്ക് ഒരു 3 ഡയമെൻഷണൽ വ്യൂ വേണം അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ വ്യൂ വേണം എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് ഇഷ്ടമുള്ള ഡയമെൻഷനലിൽ അതിൽ നിന്ന് ഡേറ്റേനെ വ്യൂ ചെയ്യാൻ പറ്റും. So according to user's choice, he can view the required dimensional data from the multi-dimensional data, and set of tools are there which helps in order to view that user's choice. And this is an example of a 3-dimensional matrix. So suppose if the data is arranged in a 3-dimensional matrix, this will be the pictorial representation. ഇപ്പോൾ 3 dimensional എന്ന് പറയുമ്പോൾ this is looking like a cube. X axis is there, y axis is there, z axis is there. അപ്പോൾ ഇതാണ് ഒരു ക്യൂബിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡൈസിൻ്റെ സ്റ്റൈൽ എന്ന് ഞാൻ പറയുന്നത്. സോ ദിസ് ഈസ് സംതിങ് ലൈക്ക് എ റൂബിക്സ്, അതുപോലെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വാട്ട് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ഡേറ്റ, ഈ ഡേറ്റനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഓരോ റീജിയൻ വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രൊഡക്ട്സ്, പിന്നെ സപ്പോസ് ദാറ്റ് വി ആർ ജസ്റ്റ് യൂസിങ് എ ഫിസിക്കൽ ക്വാർട്ടർ, ദാറ്റ് ഈസ് ക്വാർട്ടർലി അറേഞ്ച്മെൻറ്റ്. ക്വാർട്ടർലി അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ റീജിയണിലും ഓരോ ക്വാർട്ടറിൽ, ഇപ്പോൾ ക്വാർട്ടർ 1 പറഞ്ഞാൽ ഫസ്റ്റ് 3 monthsലുള്ള റവന്യൂ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്തിനെക്കുറിച്ച് തരും? റീജിയൻ 1-ൽ. അപ്പോൾ ഈ ഒരു ക്യൂബ്, അതായത് ഈ ഒരു പോർഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇതിൽ റീജിയൻ 1 ഫസ്റ്റ് റീജിയണിൽ P123 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള റവന്യൂ. ആൻഡ് വാട്ട് ഇസ് ദിസ് കോമ്പിനേഷൻ? ഈ കുഞ്ഞു ക്യൂബ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ദിസ് ഇസ് P123. ഇതും ഏതിൻ്റെ ആ P123യുടേത് സെക്കൻഡ് ക്വാർട്ടറിൽ റീജിയൻ 1-ലേത്. ഇത് P123 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് റീജിയൻ 1-ൽ തേർഡ് ക്വാർട്ടറിൽ, അങ്ങനെ പോകും. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് എക്സാമ്പിൾ, ഇറ്റ് മീൻസ് P123 പ്രൊഡക്റ്റ് റീജിയൻ 2-ൽ ക്വാർട്ടർ 1-ൽ വാട്ട് ഇസ് ദ റവന്യൂ? സോ ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ടേംസ്. ഒന്ന് റീജിയൻ 1 എന്നുള്ളത് ഈ ഡയമെൻഷൻ, ഇങ്ങോട്ടേക്ക് താഴേക്കുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ P123 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ബാക്കിലേക്കുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ 1. സോ ലൈക്ക് ദാറ്റ് വി ക്യാൻ അറേഞ്ച് ദിസ് വൺ. ഓക്കെ, ദിസ് ഇസ് എ 3-dimensional ഡേറ്റ ക്യൂബ്. ഇതിനെയാണ് 3-dimensional ഡേറ്റ ക്യൂബ് എന്ന് പറയുന്നത്.
Then next one, as I said, multi-dimensional ഡേറ്റയിൽ നിന്ന് അതായത് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ നിന്ന് ഒരു യൂസറിന് എന്താണോ വേണ്ടത് ആ ഒരു വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് വി ഹാവ് ടു സ്റ്റഡി ഇസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പിവോട്ടിംഗ് ഓർ റൊട്ടേഷൻ. പിവോട്ടിംഗ് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a technique which change from one dimensional hierarchy or orientation to another can be easily accomplished in a data cube. അപ്പോൾ ഒരു ഡേറ്റാ ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ, അതായത് നമ്മുടെ കയ്യിലൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഡേറ്റ ആണെങ്കിൽ അതിനെ അനദർ ഡയമെൻഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇറ്റ് ഇസ് എ ടെക്നിക് വിച്ച് ചേഞ്ച് ഫ്രം വൺ ഡയമെൻഷണൽ ഹൈറാർക്കി ടു അനദർ. വൺ ഡയമെൻഷണൽ ഹൈറാർക്കീനെ വേറൊരു ഡയമെൻഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ദിസ് പിവോട്ടിംഗ് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. അതായത് നമ്മളൊരു ക്യൂബ് അല്ലെങ്കിൽ ഒരു റുബിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിക്കണ പോലെ ഇരിക്കും. നമ്മൾ തിരിക്കുക ഫുൾ അതിലെ പാർട്സ് തിരിക്കുക എന്നല്ല. ഇപ്പോൾ ഒരു ക്യൂബ് എടുക്കുക, നമ്മളൊരു ഡൈസ് എടുത്തിട്ട് ഡൈസിനെ തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ എക്സ് ആക്സിസിലുണ്ടായിരുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ വൈ ആക്സിസ് ആകും. വൈ ആക്സിസിലുള്ള നമ്മൾ എങ്ങനെയാണോ തിരിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഡയമെൻഷൻസ്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറിൻ്റെ കുറച്ചും കൂടി തിരിച്ചു വെച്ച രൂപമാണ്. നേരത്തെ ഫിഗറിൽ എങ്ങനെയായിരുന്നു? റീജിയൻസ് ആണ് ഇങ്ങോട്ടേക്കുള്ളത് കാണിച്ചത്, താഴേക്ക് പ്രൊഡക്ട്സ്, ബാക്കിലേക്ക് എന്നുള്ള രീതിയിൽ ക്വാർട്ടേഴ്സ്, അതായത് ഓരോ ക്വാർട്ടർലി റവന്യൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ കിട്ടി? ക്വാർട്ടർ എന്ന് പറഞ്ഞത് ഇവിടെ വന്നു, റീജിയൻസ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നു, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് വന്നു. അപ്പോൾ ഒരു ക്യൂബിനെ നമ്മൾ പല രീതിയിൽ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ബൈ റൊട്ടേറ്റിംഗ് ഡേറ്റ ഇൻ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഈ പിവോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മൾട്ടി ഡയമെൻഷനിലെ പല രീതിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്. അപ്പോൾ ഓരോ ആക്സിസ് ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനകത്ത് ഇത് നേരത്തെ പറഞ്ഞതിൽ ഇവിടെയായിരുന്നു റീജിയൻസ്, പക്ഷേ ഇപ്പോൾ ക്വാർട്ടേഴ്സ് ആയി ഈ എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞ റീജിയൻ നേരത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു, ഇപ്പോൾ റീജിയൻ ആയി. അങ്ങോട്ടേക്ക് ക്വാർട്ടേഴ്സ് ആയിരുന്നു, ഇപ്പോൾ പ്രൊഡക്ട്സ് ആയി. അപ്പോൾ നമ്മൾ ആ ക്യൂബ് തിരിയുന്നതനുസരിച്ച് ഓറിയൻറ്റേഷൻ്റെ റൊട്ടേഷൻ്റെ അനുസരിച്ച് അതിൻ്റെ ആക്സിസും ചേഞ്ച് ചെയ്യുന്നു. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പിവോട്ടിംഗ്. Then next is a multi-dimensional model can be we can view in two techniques. രണ്ട് രീതിയിൽ നമുക്കൊരു മൾട്ടി ഡയമെൻഷണൽ മോഡലിനെ വ്യൂ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റോൾ അപ്പ് ഡിസ്പ്ലേ, ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡ്രിൽ ഡൗൺ ഡിസ്പ്ലേ. റോൾ അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വി വിൽ ലാർജ് യൂണിറ്റ്സ് വിൽ ബി ഗ്രൂപ്പ്ഡ് ഇൻ വൺ ഡയമെൻഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 2 ഡയമെൻഷണൽ ഫിഗർ എന്ന് പറഞ്ഞ ഈ ഒരു പടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ ആക്സിസ് നോക്കിക്കേ, ഇതിൽ ഈ കോളം വൈസ് എന്ന് പറഞ്ഞാൽ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 ലൈക്ക് ദാറ്റ്. ഇതിൽ താഴേക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓരോ പ്രൊഡക്ട്സ്. ഈ പ്രൊഡക്ട്സിൻ്റെ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ 1 2 3, 1 2 4, 1 2 5, 1 2 6 അങ്ങനെ 1 2 9 വരെ 1 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിന് കോമൺ ആയിട്ട് എന്ത് ചെയ്താം? ഫസ്റ്റ് 1, എല്ലായിടത്തും ഫസ്റ്റ് 1 ആണ്. പിന്നെ ഉള്ളത് XX, അതായത് 1 2 1, 1 2 3, 1 2 4 വരെ 1 9 9 വരെയുള്ള പ്രൊഡക്ട്സിനെ എല്ലാത്തിനെയും കൂടെ ഒറ്റ ഗ്രൂപ്പിലാക്കി. അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? വി ക്യാൻ ഗ്രൂപ്പ് ദം ഇൻ ടു 1XX. അപ്പോൾ പ്രൊഡക്ട്സ് സ്റ്റാർട്ടിങ് വിത്ത് 1. ഓക്കെ, പ്രൊഡക്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് 1, ഇറ്റ് ക്യാൻ ബി എനി നമ്പേഴ്സ്. 1 2 3 ആണെങ്കിൽ 1 2 4 ആണെങ്കിലും അതിൻ്റെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ നമ്മൾ ചെറുതാക്കിയ പോലെയായി. അതായത് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇതിൻ്റെ റീജിയൻ റവന്യൂവിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, റീജിയൻ 2ലെ റവന്യൂ ഗ്രൂപ്പ് ചെയ്തു, അങ്ങനെ പോയി. അടുത്തത് എന്താണ്? 2 1 1 2 2 2 എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്ട്സ് ആണെങ്കിൽ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനെയും കൂടെ അടുത്ത ഗ്രൂപ്പ് ചെയ്തു. സോ ദിസ് കോമ്പിനേഷൻ വിൽ ഗിവ് യു ദ റവന്യൂ ഓഫ് region 1 for the product 2XX. So that is called the roll up display. So I think it is clear now. അപ്പോൾ roll up display എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയമെൻഷനിലെ വാല്യൂസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. A roll up display moves up the hierarchy, grouping into larger units along a dimension. For example, summing weekly data by quarter or by year. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതിൽ ഈ ക്വാർട്ടേഴ്സിനെല്ലാം കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഇയർ ആക്കാം, അല്ലെങ്കിൽ വീക്സിനെല്ലാം കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒരു ക്വാർട്ടർ ആക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ നമ്മൾ നടത്തുന്ന ഈ ഗ്രൂപ്പിംഗ്, ദാറ്റ് ഈസ് കുറേ വാല്യൂസിനെ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷനിലെ വാല്യൂസിനെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഹയർ യൂണിറ്റ്സ് ആക്കി മാറ്റുക.
So that is the roll-up display. ഇതുപോലെ തന്നെ we can do drill down display. ഇപ്പം നമ്മൾ ഫോൾഡേഴ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ നമ്മളിതിൽ ഇപ്പോൾ ഇത് ഏകദേശം ഈ സ്റ്റൈലിലിരിക്കും. ദിസ് ഈസ് ഡ്രിൽ ഡൗൺ ഡിസ്പ്ലേ. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ താഴേക്കുള്ള സാധനങ്ങൾ കാണാൻ പറ്റുമല്ലോ. അതിന് പകരം തിരിച്ചെടുക്കുന്നത് റോളപ്പ് ഡിസ്പ്ലേയുടെ സ്റ്റൈല്, അതായത് എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് ഒന്നിലേക്ക് വന്നു. ദിസ് ഈസ് ഡ്രിൽ ഡൗൺ. അപ്പോൾ അതേ സ്റ്റൈലാണ് നമ്മൾ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഡ്രിൽ ഡൗൺ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു റീജിയൻ ആയിട്ടായിരുന്നു നമ്മൾ ഈ ഇതാണ് ഒരു റീജിയൻ. നേരത്തെ പറഞ്ഞതിൽ ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്രയായിരുന്നു. ആ റീജിയൻസിനെ നമ്മൾ സബ് റീജിയൻസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം. ഡ്രിൽ ഡൗൺ ഡിസ്പ്ലേ പ്രൊവൈഡ്സ് ഓപ്പോസിറ്റ് കേപ്പബിലിറ്റി. ദാറ്റ് ഇസ് നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇറ്റ് ഫേർണിഷിംഗ് എ ഫൈനർ ഗ്രെയിൻ വ്യൂ. പെർഹാപ്സ് ഇറ്റ് വിൽ ഡിസഗ്രിഗേറ്റിംഗ് country sales by region. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെയിം പോയിന്റ്. ദിസ് ഈസ് ഓപ്പോസിറ്റ് ടു ദ നേരത്തെ പറഞ്ഞ റോളപ്പ് ഡിസ്പ്ലേയുടെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യൂ കിട്ടും. ദാറ്റ് ഇസ് വാട്ട് ആർ ദ അബൌട്ട് ഡീറ്റെയിൽസ് അബൌട്ട് എ പെർട്ടിക്കുലർ റീജിയൻ. ഒരു റീജിയണൽ വ്യൂവിൻ്റെ സബ് ഡീറ്റെയിൽസ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസഗ്രിഗേഷൻ നമ്മൾ കമ്പൈൻ ചെയ്യുമല്ല, നമ്മൾ ആ അഗ്രിഗേഷൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ഇവിടെ നടത്തുന്നത്. ദെൻ multi-dimensional storage model. So we are studying about a multi-dimensional model. അതിൽ മെയിൻ ആയിട്ട് 2 types of storage ആണ് യൂസ് ചെയ്യുന്നത്. 2 types of tables are actually used. The first one is called dimension table and the second one is called fact table. Dimension table എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടി ഡയമെൻഷനിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. അപ്പോൾ ഡയമെൻഷണൽ ടേബിൾസിൽ ഓരോ ട്യൂപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആട്രിബ്യൂട്ട്സ് ആണ്. ആ ഡയമെൻഷനിലുള്ള ഓരോ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. So I will show you one example of a dimension table. അപ്പോൾ ഡയമെൻഷൻ ടേബിളിൽ ഇപ്പോൾ ഹിയർ യു ക്യാൻ സി ഡിഫറെൻറ്റ് ഡയമെൻഷൻ ടേബിൾ. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതിൽ ഫിസിക്കൽ ക്വാർട്ടർ അതായത് അതിൻ്റെ ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഡയമെൻഷൻ ടേബിൾ ദിസ് ഇസ് റീജിയൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്യൂപ്പിൾസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഡയമെൻഷൻ. ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ഡയമെൻഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ കാണിച്ചതിൽ പ്രൊഡക്റ്റ് ആയിരുന്നു താഴേക്ക് ആദ്യം കാണിച്ച ഫിഗറിൽ താഴേക്കുള്ളത് 3 ഡയമെൻഷനിലാണെങ്കിൽ താഴേക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആട്രിബ്യൂട്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ സബ് പാർട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അടുത്ത ആട്രിബ്യൂട്ടിൻ്റെ സബ് പാർട്സ് എന്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു വ്യൂ, ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓരോ റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാകും. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഈ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ P123യുടെ പ്രൊഡക്റ്റ് നമ്പർ, പ്രൊഡക്റ്റ് നെയിം, ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തത്. അടുത്ത റോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആട്രിബ്യൂട്ടിൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ അതൊക്കെയാണ് ഡയമെൻഷൻ ടേബിൾസിൽ ഉള്ളത്. Then next is fact table. Fact table contains one per recorded fact. അതായത് ഓരോ ഫാക്റ്റ്, the fact means observed variables and identified them with the pointers to dimension table. So I will show the figure. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. അതായത് നമ്മളുടെ കയ്യിലുള്ള ആ വെയർഹൗസിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചുണ്ട്. അതായത് ഒരു ആക്സസ്, ഒരു ഡയമെൻഷൻ പ്രൊഡക്റ്റ്, ഒരു ഡയമെൻഷൻ ക്വാർട്ടർ, ഒരു ഡയമെൻഷൻ റീജിയൻ, ഇനി വേറെ ഒരെണ്ണം ഉണ്ടെങ്കിൽ സെയിൽസ് റവന്യൂ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഓരോ ഡയമെൻഷൻ്റെയും ഓവറോൾ ഫാക്ട്സ്, അതിനെക്കുറിച്ചുള്ള മെഷറബിൾ ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം കൂടെ ഫാക്ട് ടേബിളിലുണ്ടാകും. അതിൽ നിന്ന് പ്രൊഡക്റ്റ് എന്നുള്ളത് പ്രൊഡക്റ്റ് ടേബിളിലേക്ക് പോയിന്റ് ചെയ്യും. അങ്ങനെയുള്ളത് ദാറ്റ് ഇസ് അനദർ വൺ ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാർ സ്കീം. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് നൗ ക്ലിയർ ദ മീനിങ് ഓഫ് ഫാക്ട് ടേബിൾ ആൻഡ് ഡയമെൻഷൻ ടേബിൾ. ഫാക്ട് ടേബിൾ ആണ് ഒരു ഓവറോൾ ഐഡിയ. അതായത് അതിനെക്കുറിച്ചുള്ള ഫാക്ട്സ്, മെയിൻ മെഷറബിൾ തിങ്സ് അബൌട്ട് ദ ഡേറ്റ വെയർഹൗസ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദ ഫാക്ട് ടേബിൾ. And all other details about each and every attribute will be described as the dimension table. ഇനി നമ്മൾ ഇതിനെ ഈ ഫാക്ട് ടേബിളിനെയും ഡയമെൻഷൻ ടേബിളിനെയും 2 രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. The first one is called star schema. Star schema is very simple one. അതായത് ഫാക്ട് ടേബിളിൽ ഓരോ ആട്രിബ്യൂട്ടിനും കറസ്പോണ്ടിങ് ഡയമെൻഷൻ ടേബിളിലേക്ക് നൊട്ടേറ്റ് ചെയ്യും. there will be a pointer. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡയമെൻഷൻ ടേബിളിലേക്ക്, ക്വാർട്ടർ ഇതിലേക്ക്, റീജിയനിലേക്ക്, സെയിൽസ് റവന്യൂ അതിലേക്ക്, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ദ സ്റ്റാർ സ്കീമ. ഇപ്പോൾ സ്റ്റാർ സ്കീമയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ട് ടേബിൾ വിത്ത് എ സിംഗിൾ ടേബിൾ ഫോർ ഈച്ച് ഡയമെൻഷൻ. അപ്പോൾ ഓരോ ഡയമെൻഷനും ഓരോ ടേബിൾസിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യും.
The next one is called snowflake schema. Snowflake schema എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേരിയേഷൻ ഓഫ് സ്റ്റാർ സ്കീമ. കാണുമ്പോൾ നമുക്ക് സ്റ്റാർ സ്കീമ പോലെ തോന്നും, പക്ഷേ നമ്മൾ ആ ഓരോ ഡയമെൻഷൻ ടേബിൾസിലും വി ആർ അപ്ലൈയിങ് എ നോർമലൈസേഷൻ പ്രോസസ്. Okay, so it is a variation on star schema in which the dimensional tables from the star schema are organized to the hierarchy by normalizing them. അപ്പോൾ ഇതിനകത്ത് പ്രൊഡക്റ്റ് ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫാക്ട് ടേബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഫാക്ട് ടേബിൾ ഇതാണ്. ഫാക്ട് ടേബിളിൽ ആദ്യത്തേത് പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ സബ് ഇൻഫർമേഷൻ അതിനെ നമ്മൾ വീണ്ടും നോർമലൈസ് ചെയ്യുമ്പോൾ വി ആർ സബ് ഡിവൈഡിങ് ദിസ് ടേബിൾ ഇൻ ടു സബ് ടേബിൾസ്. അപ്പോൾ ഇവിടെ നെയിമും നോർമലൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെയിമും ഡിസ്ക്രിപ്ഷനും ഒരു ടേബിളിലാക്കി, അടുത്തതിൽ പ്രൊഡക്റ്റ് ലൈൻ നമ്പറും ലൈൻ നെയിമും കൂടെ അടുത്ത ടേബിളിലാക്കി പഠിക്കുക. So this is about the details. So this is the meaning of a snowflake schema. അപ്പോൾ snowflake schema എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമലൈസേഷൻ പ്രൊസീജിയറും കൂടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ അപ് ടു 3NF വരെ നമ്മൾ നോർമലൈസ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് അവർ ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിൽ ഉള്ളത് നമ്മൾ ഫസ്റ്റ്ലി ഇറ്റ് വിൽ ഈച്ച് ഓഫ് ദിസ് values inside the fact table points to corresponding dimension. എന്നിട്ട് അതിനെ നമ്മൾ ആ ഓരോ ഡയമെൻഷനെയും we will subdivide into another dimension like that. So that is the snowflake schema. Next point we have to study is last point, that is what is fact constellation. Fact constellation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in some cases say സം ഓഫ് ദി ഫാക്ട് ടേബിൾസ്, അതായത് നമ്മുടെ ഇതിനകത്ത് ചിലപ്പോൾ പല ഫാക്ട് ടേബിൾസ് കോമൺ ആയിട്ട് ഏതെങ്കിലും ഡയമെൻഷൻ ടേബിൾസിനെ ഷെയർ ചെയ്യുന്നുണ്ടാകും. സോ ദ സെറ്റ് ഓഫ് ദി ഫാക്ട് ടേബിൾസ് ദാറ്റ് ഷെയർ എ കോമൺ ഡയമെൻഷൻ ടേബിൾസ്. സോ ലൈക്ക് ദാറ്റ് ഇവിടെ രണ്ട് ഫാക്ട് ടേബിൾ ഉണ്ട്, ഒന്ന് ബിസിനസ് റിസൾട്ട് ഒന്ന് ബിസിനസ് ഫോർകാസ്റ്റ് ഉണ്ട്. ഇവരിൽ രണ്ടിലും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ പോയിന്റ് ചെയ്യുന്നത് ഒരു കോമൺ ഡയമെൻഷൻ ടേബിൾസ് ഫോർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫാക്ട് കോൺസ്റ്റലേഷൻ. ഈ ഫാക്ട് കോൺസ്റ്റലേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെയർ ഹൗസിലേക്ക് നമ്മളൊരു ക്വറി കൊടുക്കുമ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഡേറ്റാബേസ് ഡേറ്റാ മോഡലിംഗ് ഇൻ ഡേറ്റ വെയർ ഹൗസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എങ്ങനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ മോഡൽസിനെ കുറിച്ച്, അതിൽ ഡേറ്റ ക്യൂബ്സ് എന്ന് പറഞ്ഞു, മോർ ദാൻ 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ഹൈപ്പർ ക്യൂബ്സ് എന്ന് പറഞ്ഞു. അതിൽ ഡേറ്റ ഇപ്പോൾ 2 ഡയമെൻഷനിൽ ആണെങ്കിൽ ദ സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്, ദെൻ 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ദ ഡേറ്റ വിൽ ബി ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്. മോർ ദാൻ 3 ഡയമെൻഷനെ നമ്മൾ ഹൈപ്പർ ക്യൂബ് എന്നാണ് പറയുന്നത്. ഇത് 3 ഡയമെൻഷൻ വരെ ക്യൂബ് ഡേറ്റ ക്യൂബ് എന്ന് പറയും. അതിൽ കൂടുതലാകുമ്പോൾ ഹൈപ്പർ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷ്വലൈസേഷൻ ഇറ്റ്സ് നോട്ട് ഈസി മെത്തേഡ്. നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ പോസിബിൾ അല്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണുള്ളത്, ഡേറ്റ മോഡലിംഗ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു യൂസറിൻ്റെ നീഡ് അനുസരിച്ച് അതിൻ്റെ നമുക്ക് അവർക്ക് വേണ്ട ഡയമെൻഷൻ മാത്രം അവർക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. Then pivoting or rotation means it's a technique by using which one dimensional hierarchy to another, we are changing from one dimension to another. അതായത് ഓറിയൻറ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ആസ് ആൻ എക്സാമ്പിൾ, നെക്സ്റ്റ് വി എക്സ്പ്ലെയിൻ റോൾ അപ്പ് ഡിസ്പ്ലേ ആൻഡ് ഡ്രിൽ ഡൗൺ ഡിസ്പ്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തന്നു. റോൾ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിംഗ് ഒരു സിമിലർ ടൈപ്പിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്ത് ലാർജർ യൂണിറ്റ് ആക്കി മാറ്റി. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രിൽ ഡൗൺ, അതായത് ഒരു വലിയ യൂണിറ്റിനെ സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ അബൌട്ട് 2 ടൈപ്സ് ഓഫ് ടേബിൾസ് യൂസ്ഡ് ഇൻ മൾട്ടി ഡയമെൻഷണൽ സ്റ്റോറേജ് മോഡൽ. സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതായത് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ 2 ടേബിൾസ് ഉണ്ട്, ഡയമെൻഷൻ ടേബിൾസും ഫാക്ട് ടേബിൾസും. ഇത് ഡയമെൻഷൻ ടേബിൾസ്, ഇത് ഫാക്ട് ടേബിൾ. ഇവർ അറേഞ്ച് ചെയ്യാൻ 2 സ്കീമയുണ്ട്, സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ. സ്റ്റാർ സ്കീമ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ മെത്തേഡ്. ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്, അതിൻ്റെ സിംഗിൾ ടേബിൾ ഫോർ ഓരോ ഡയമെൻഷനിലേക്കും ഓരോ സിംഗിൾ ടേബിളേ ഉണ്ടാകുള്ളൂ. ദെൻ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാൽ ഇതേ അറേഞ്ച്മെൻ്റ് ആണ്, പക്ഷേ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യും. അതായത് ഓരോ ഡയമെൻഷൻ ടേബിളിനെ നമ്മൾ വീണ്ടും നോർമലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ ഡയമെൻഷൻ ടേബിൾസാണ് തന്നത്, അതിനെ നമ്മൾ വീണ്ടും നോർമലൈസേഷൻ വെച്ച് അപ് ടു 3NF വരെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യും ഡയമെൻഷൻ ടേബിൾസിനെ.
പിന്നെ in some cases different fact tables will share some common dimension tables. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിലുള്ളത്.